എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു. അനുഗ്രഹീതമായ ഒരു നല്ല ദിവസം കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഈ ദിവസം നമ്മുടെ കർത്താവിന് നമുക്ക് നന്ദി പറയുവാൻ കഴിയട്ടെ. നമ്മുടെ രക്ഷകനും നമ്മുടെ കർത്താവുമായ യേശുവിൻ്റെ ഐശ്വര്യമാർന്ന നാമത്തെ ഉയർത്തിക്കൊണ്ട് നമുക്ക് ഈ പ്രഭാതം ആരംഭിക്കാം. നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവെ, ഞങ്ങളെ രക്ഷിച്ചതിനായി നന്ദി, ഞങ്ങളെ ഇന്നയോളം നിലനിർത്തിയതിനായി നന്ദി, അവിടുന്ന് ഞങ്ങൾക്ക് അർഹതയില്ലാത്ത ഞങ്ങൾക്ക് നൽകിയ അങ്ങയുടെ വലിയ ദാനത്തിനായി, അർഹിക്കാത്ത നന്മകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളെ അവിടുന്ന് യോഗ്യരാക്കി തീർത്ത അങ്ങയുടെ പുണ്യാഹ രക്തത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ആ വലിയ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഈ പകൽ ദൈവം നമുക്ക് ദാനമായി നൽകിയതിനായി നമുക്ക് നന്ദി പറയാം. സ്തോത്രം. വളരെ വേഗത്തിൽ ഒരു വചനഭാഗം ചിന്തിച്ച് പ്രാർത്ഥിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിൻ്റെ 3-ാമത് വാക്യം. 2 തെസ്സലോനിയർ 3rd chapter 3rd words ആണ് നമ്മൾ സംസാരിക്കുന്നത്. കർത്താവോ വിശ്വസ്തൻ. പറയേണ്ട കാര്യമില്ലല്ലോ. പരിശുദ്ധാത്മാവ് പറഞ്ഞ ആ വാക്ക് എപ്പോഴും നിങ്ങൾ പറയണം, ഞാനും പറയണം. എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്, എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. ഏത് സാഹചര്യങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് ധൈര്യത്തോടെ വിളിച്ചു പറയാം, എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. സ്തോത്രം. അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. നമ്മുടെ കാര്യം പറയുന്നത്, നമ്മളെ ഉറപ്പിച്ചിട്ട് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. അപ്പോൾ അവിടെ പറഞ്ഞ സ്പെസിഫൈ ചെയ്തൊരു വാക്കാണ്, സ്തോത്രം, ഈ പ്രഭാതം എൻ്റെ ഹൃദയത്തെ തൊട്ടുണർത്തിയത്. ഉറപ്പിച്ച്. കർത്താവോ നിങ്ങളെ ഉറപ്പിച്ച്. അപ്പോൾ എന്നെയും നിങ്ങളെയും ദൈവം ഉറപ്പിക്കും. എന്തിനാ ഉറപ്പിക്കുന്നത്? സ്തോത്രം. ഉറപ്പിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സ്തോത്രം, സ്തോത്രം, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളെ ഉറപ്പിക്കുന്നത്. എന്തിലായിരിക്കും നമ്മളെ ഉറപ്പിക്കുന്നത്? ക്രിസ്തുവാകുന്ന പാറമേലായിരിക്കും നമ്മളെ ഉറപ്പിക്കുന്നത്. ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ നമ്മളെ ഉറപ്പിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. അപ്പോൾ ദൈവം നമ്മളെ ഉറപ്പിക്കും. എവിടെ? ദൈവവചനത്തിൽ നമ്മളെ ഉറപ്പിക്കും. വചനത്തിൽ ഉറപ്പുള്ളവൻ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടില്ല എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവ് പറയുകയാണ്, കർത്താവ് വിശ്വസ്തനാണ്. പരിശുദ്ധാത്മാവാണ് പറയുന്നത്, കർത്താവ് വിശ്വസ്തനാണ്. അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. അപ്പൊ ദൈവം നമ്മളെ കാക്കുന്നത് എങ്ങനെയാ? വചനത്തിലൂടെയാണ് കാക്കുന്നത്, അല്ലേ? അപ്പം ദൈവം നമ്മളെ കാത്തുകൊള്ളുമെന്ന് പറയുന്നത്. എങ്ങനെ കാത്തുകൊള്ളും? ഉറപ്പിച്ചിട്ട് കാത്തുകൊള്ളും. എങ്ങനെയാണ് ഉറപ്പിക്കുന്നത്? ദൈവവചനത്തിൽ ഉറപ്പിക്കും. അപ്പൊ നമ്മളെ കാക്കുന്നത് എന്താണ്? ദൈവവചനമാണ് നമ്മളെ കാക്കുന്നത്. അതിനെന്താണ് ഉദാഹരണം? നമ്മുടെ കർത്താവ്, സ്തോത്രം, 41 ദിവസം കർത്താവ് ഉപവസിച്ചതിന് ശേഷം, 40 രാവും പകലും ഉപവസിച്ചതിന് ശേഷം മരുഭൂമിയിലേക്ക് യാത്രയാകുമ്പോൾ, സ്തോത്രം, സാത്താൻ തന്നെ പരീക്ഷിക്കുവാൻ പുറകെ ചെല്ലുന്ന ഒരു ഭാഗം നമുക്ക് മത്തായി സുവിശേഷത്തിൽ, സ്തോത്രം, നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അത് ഇപ്രകാരമാണ് പറയുന്നത്. സ്തോത്രം. പിശാച് അവന് പുറകെ വന്നു. അപ്പോൾ പരീക്ഷകൻ കർത്താവിന്റെ അടുത്ത് വന്നു. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. എവിടെ? ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നല്ലോ. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ജീവമൊഴികളിലൂടെ നമുക്ക് ജീവിക്കുവാൻ കഴിയുമെന്ന് അവൻ ഉറപ്പ് തരികയാണ്. സ്തോത്രം. അടുത്ത വാക്യം വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് കാണുന്നത്, പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക എന്ന് അവനോട് കൽപ്പിച്ചു. ദൂതനോട് കൽപ്പിക്കും, നിന്റെ കാലുകളിൽ തട്ടിപ്പോകാതെ എന്ന് പിശാച് അവനോട് പറഞ്ഞു. അപ്പോൾ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്ന് പിശാച് ദൈവവചനത്തിലൂടെ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ കർത്താവ് പറയുന്നൊരു കണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതിയിരിക്കുന്നു. ഞാൻ താഴോട്ട് പിന്നെ നമുക്ക് അടുത്ത വാക്യങ്ങളും ഉണ്ട്. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ചവനെ മാത്രമേ വണങ്ങാവുള്ളൂ. അങ്ങനെ ഇങ്ങോട്ടും 2 കാര്യങ്ങളാണല്ലോ പറയുന്നത്. സ്തോത്രം. ഞാൻ അവിടെ കൊണ്ട് നിർത്തുകയാണ്, നമുക്ക് വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകണം. അപ്പം നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അവിടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അതിന് മുമ്പ് പറഞ്ഞത് എന്നാ? നിന്റെ കാല് കല്ലിൽ തട്ടി പോകാതിരിക്കാൻ ദൂതനോട് കൽപ്പിക്കാൻ കൈ താങ്ങിക്കൊള്ളും. ദൈവവചനത്തിൽ നിന്നാണ് പറഞ്ഞത്. ചിലർ
ദൈവവചനം ഉപയോഗിച്ചുകൊണ്ട് വന്ന് നിങ്ങളെ വളയ്ക്കാൻ നോക്കുന്ന ആൾക്കാരുണ്ട്. ദൈവവചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നല്ലോ എന്ന് കണ്ട് ഞാൻ ഈ പോരാട്ടത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല എന്ന് ഞാൻ നമ്മുടെ കൂട്ടായ്മ മിക്കപ്പോഴും പറയാറുണ്ട്. പിശാച് വലിയ ചെയ്തു, പിശാചെന്നെ പിടിച്ചു കെട്ടാൻ വന്നു, പിശാചെന്റെ അവിടെ നിന്നു, പിശാചെന്റെ ഇവിടെ നിന്നു, ഇത് ദേഹത്ത് വലിയ സ്റ്റിഫായി തോന്നി, തന്നെ ഞാൻ അറിയാതെ ഇങ്ങനെ രാത്രി ഇങ്ങനെ, അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് വിളച്ചിലുകാരാണെന്ന്. കാരണം അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ദൈവം വലിയവനാണെന്ന് വിശ്വസിക്കുന്നവൻ ഒരിക്കലും പിശാചിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കാൻ നിൽക്കത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ പ്രവൃത്തി അത് നമ്മുടെ കൂട്ടായ്മയിലുള്ള സഹോദരിമാരാണെങ്കിലും കൊള്ളാം, സഹോദരന്മാരാണെങ്കിലും കൊള്ളാം, ഇനി അല്ലാത്തവർ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിലും കൊള്ളാം, നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ പോകുന്ന സഭയെ പോരാട്ടത്തെ പറ്റി കംപ്ലീറ്റ് പറയുന്നുണ്ടെങ്കിൽ ആ സഭ പോരാട്ടത്തിന്റെ സഭയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ദൈവത്തെ ഉയർത്താത്ത സഭയാണ്. ദൈവമുള്ളിടത്ത് പോരാട്ടത്തെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ, ക്രിസ്തുവിനെ പറ്റി പറഞ്ഞാൽ മതിയല്ലോ. സർവശക്തനായ ദൈവത്തിന്റെ മഹാത്മ്യമല്ലേ വർണ്ണിക്കേണ്ടത്. അതിന് വിരോധമായി എന്ത് പറയുന്നെങ്കിലും അത് സാത്താനാണ് എന്നുള്ളതിന് സംശയമില്ല. സാത്താന്റെ ഏജന്റാണ്. കാരണം അവനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവൻ എപ്പോഴും എങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കണം. ചിലർ പറയത്തില്ലേ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞതുപോലെ പിശാചിന്റെ പോരിനെയും പോരാട്ടത്തെ പറ്റി അവൻ അവിടെ ചെയ്തു ഇവിടെ ചെയ്തു എന്ന് പറയുമ്പോൾ അവനെ ആക്റ്റീവാക്കി നിർത്തുക എന്ന് പറഞ്ഞാൽ വിശ്വാസിയുടെ തലയിൽ എപ്പോഴും ഇവൻ ചുറ്റുവട്ടം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ സാക്ഷ്യങ്ങളും ഈ പറയുന്ന പ്രാർത്ഥനകളും ഈ പ്രാർത്ഥനാ വിഷയങ്ങളും ഈ പ്രസംഗിക്കുന്ന പ്രസംഗകരും. എന്നാൽ അവന്റെ കാര്യത്തെ പറ്റി സംസാരിക്കുക വേണ്ട. അവൻ ഏതുമില്ല, എന്തുമില്ല. അവൻ ആരാ? അവനെ തലയെ ചവിട്ടി തകർത്ത് എന്റെ പിതാവ് അവനെ ദൂരെ കളഞ്ഞതാ. അവനെപ്പറ്റി എനിക്ക് സംസാരിക്കാൻ ഇവിടെ എനിക്ക് താല്പര്യമില്ല. എനിക്ക് താല്പര്യപ്പെടാനുള്ള കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയാണ്. സ്വന്തം അവന് പുനരുദ്ധാനത്തിലൂടെ എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെ പറ്റിയാണ് പറയുന്നത്. എനിക്ക് കിട്ടിയ രക്ഷയെ പറ്റിയാണ് എനിക്ക് പറയുവാനുള്ളത്. സ്വന്തം കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോ ഇവിടെ കർത്താവ് ഉറപ്പിക്കും. എങ്ങനെ ഉറപ്പിക്കും? വചനത്തിൽ ഉറപ്പിക്കും. അപ്പൊ വചനം ഉറച്ചാലുള്ളൊരു ഗുണം എന്താണ്? വചനത്തിൽ ഉറച്ചാൽ നിങ്ങൾക്കെതിരെ ഈ പറയുന്ന ഏത് സാഹചര്യങ്ങൾ ഉണ്ടായാലും നിങ്ങൾ അവിടെ എന്ത് ചെയ്യും? വചനം ഉപയോഗിച്ച് അതിനെ നേരിടും. ഇവിടെ കാണുന്നതിനെ ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിനകത്ത് ഈ പറഞ്ഞു പോയ വാക്യങ്ങളിലൂടെ നമ്മൾ കണ്ടതിനെ കർത്താവ് പറയുന്നത് എന്താണ്? അവനോട് ശത്രുവിനോട് വചനമാണ് പറയുന്നത്. വചനം പറയുമ്പോഴെങ്ങനെയാ അവൻ തളർന്നു പോവുക, തകർന്നു പോവുക, അവന് മറുപടി ഇല്ലാതായി പോവുകയാണ്. സ്വതം ഇപ്പോൾ എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, തിരുവചനം നമ്മളെ ഓർപ്പിക്കുകയാണ് കർത്താവ് വിശ്വസ്തനാണ്. ഒരു സംശയവുമില്ല. ദൈവം വിശ്വസ്തനാണെന്നുള്ളതിന് ഇനി ഒരു അപ്പീലില്ല കേട്ടോ. ഇനി അതാരും സംശയിക്കണ്ട. നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ എത്രയോ അവിശ്വസ്തത കാണിച്ചു, എന്നിട്ടും ദൈവം വിശ്വസ്തനായതുകൊണ്ടല്ലേ ഇന്ന് നിലനിൽക്കുന്നത്. അതൊന്ന് ഓർത്ത് നോക്കിക്കേ. എന്തെല്ലാം കൊള്ളരുതായ്മ കാണിച്ചു. ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോഴും ഹൃദയത്തിൽ എന്തൊക്കെ കൺവെൻഷൻ ചിന്തിച്ചു അല്ലേ, എന്തെല്ലാം മുൻവിധികൾ കൂട്ടി. എന്നിട്ടും അതൊക്കെ ഗണ്യമാക്കാതെ കർത്താവ് നമ്മളെ ചേർത്ത് പിടിക്കുന്നില്ലേ, സ്നേഹിക്കുന്നില്ലേ? അപ്പൊ ആ സ്നേഹം എത്ര വലുതാണ്. ആ സ്നേഹമല്ലേ യാഥാർത്ഥ്യം. വിശ്വസ്തത എന്ന് പറയുന്നത് തെറ്റ് ചെയ്തിട്ടും നിന്നെ സ്നേഹിക്കുന്ന സ്നേഹമല്ലേ വിശ്വസ്തത. കുറവുണ്ടായിട്ട് നിന്നെ സ്നേഹിക്കുന്ന സ്നേഹമല്ലേ വിശ്വസ്തത. ഇടർച്ച വരുത്തിയിട്ട് നിന്നെ തള്ളിക്കളയാതെ ചേർത്ത് പിടിച്ചിരിക്കുന്നതല്ലേ വിശ്വസ്തത. അപ്പൊ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന് യാതൊരുവിധ മാറ്റവുമില്ല. അവൻ ആദിയിൽ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഇന്ന്. അവൻ ആദ്യവും അവസാനവും, ആൽഫയും ഒമേഗയും, ആരംഭവും അവസാനവും അവൻ തന്നെയാണ്. അവന്റെ വാക്കുകൾക്ക് ഒരു മാറ്റവുമില്ല. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നത് തന്നെ, ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കില്ലെന്ന് തന്നെയാണ്. നിങ്ങൾ രക്ഷിതാവായി സ്വീകരിച്ച് മക്കളായെന്ന് പറഞ്ഞാൽ മക്കളായത് തന്നെയാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കണം. അപ്പൊ പറയാം ദൈവവചനത്തിൽ കർത്താവ് നമ്മളെ ഉറപ്പിക്കും. അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിലകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. അപ്പൊ ദൈവവചനത്തിൽ ഉറയ്ക്കുമ്പോഴാണ് ഈ പറഞ്ഞ ബാഹ്യമായ വിഷയങ്ങളിൽ നിന്നെല്ലാം നമ്മൾ പുറത്തു വരുന്നതെന്ന് ചുരുക്കം. അപ്പൊ വചനത്തിലാണ് നമ്മൾ ഉറയ്ക്കേണ്ടത്. വചനമാണ് നമ്മളെ ഉറപ്പിക്കുന്നത്. എന്താണ് ഉറപ്പിക്കുക? ക്രിസ്തുവിൽ ഉറയ്ക്കണം. ചഞ്ചലചിത്തരായിട്ട് ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, അന്ത്യത്തോളം എന്നെ കാക്കും. പൗലോസപ്പോസ്തലൻ നല്ല ബോധ്യം ആരെ വിശ്വസിക്കും. ഞാൻ അതുകൊണ്ട് പ്രസംഗിക്കുമ്പോഴൊക്കെ തൻ്റെ ഇടത്തോടെ ഈ പറയുന്നത്, ഞാൻ ആരെയാ പ്രസംഗിക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ ആരോടാ പ്രാർത്ഥിക്കുന്നതെന്ന് എനിക്കൊരു നല്ല ബോധ്യമുണ്ട്. നമ്മുടെ കൂട്ടായ്മയിൽ വലിയ അത്ഭുതങ്ങൾ എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും യാതൊരു സംശയമില്ല. അതിനകത്ത് എനിക്ക് ആക്ഷേപിനായി പറയാൻ കഴിയും, ആർജവത്തോടെ പറയാൻ കഴിയും. എല്ലാ ദിവസവും നമ്മുടെ രാത്രി കുടുംബ പ്രാർത്ഥനയിൽ എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതം പറയാൻ എല്ലാ പ്രിയപ്പെട്ടവരുടെയും നാവിൽ ഉണ്ടാകുന്നുണ്ട്. ഒന്നിടവിട്ടുണ്ടാവും. ഓരോരുത്തരെയും നാവിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യം ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് കൂടെയുണ്ട്. ഞാൻ ആരോടാ പ്രാർത്ഥിക്കുന്നത് നമുക്കൊരു ബോധ്യമുണ്ട്. ആരാണ് നമ്മളെ വിളിച്ചത് നമുക്കൊരു ബോധ്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയെ കേൾക്കുമെന്നുള്ളൊരു ഉത്തരമ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ നടക്കുന്നത്. ഇന്നലെ ആദ്യമായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ട്, ധൈര്യമായിട്ട് നിങ്ങൾ പ്രയർ റിക്വസ്റ്റ് നമ്മുടെ ഇതിനകത്ത് അയച്ചു. നമ്മൾ 24 മണിക്കൂറും നമ്മുടെ സഹോദരങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ ആ വിഷയത്തിൽ പ്രാർത്ഥിക്കും. അതിനേക്കാളെല്ലാം കൂടി എല്ലാ ദിവസവും രാത്രി നമ്മുടെ കുടുംബ പ്രാർത്ഥനയോടെ കുടുംബ പ്രാർത്ഥനയെ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിലെല്ലാം ദൈവത്തിന്റെ മഹത്വവും അത്ഭുതങ്ങളും നമ്മൾ കാണുന്നുണ്ട്. എല്ലാ വിഷയങ്ങളിലും സാക്ഷ്യമുണ്ട്. അപൂർവമായി ചില കാര്യങ്ങളിൽ മാത്രം ചില വിഷയങ്ങൾക്ക് മാത്രം മറുപടികളില്ലാതെ ഉണ്ട്. അവരൊക്കെ രക്ഷിക്കപ്പെട്ടവരാണ്, അവരൊക്കെ ആത്മാവിൽ നടക്കുന്നവരാണ്. അവരുടെ ജീവിതത്തിൽ മാത്രം ചില വിഷയങ്ങൾ കാണാതിരിക്കുന്നില്ല. അതിന് പിന്നിൽ അവരും ദൈവവുമായിട്ടുള്ള ചില ബന്ധങ്ങളുണ്ട്. അത് അവർ ക്ലിയർ ചെയ്ത് ദൈവവും അതിന് അവരുടെ ജീവിതത്തിലും ദൈവപ്രവൃത്തി കാണാൻ കഴിയും. അതിനകത്തും എനിക്ക് യാതൊരുവിധ തർക്കവുമില്ല. സ്വതം. പക്ഷെ ഇന്ന് പകൽ ഞാൻ ഒരു കാര്യത്തിൽ ഉറപ്പ് പറയാം. ദൈവവചനത്തിൽ ഉറയ്ക്കുന്ന ഒരു ദൈവവേദന ദുഷ്ടന്റെ സ്തോത്രം കയ്യിലകപ്പെട്ടു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. യേശു ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവവേദന
പിശാചിൻ്റെ കൈകളിൽ എന്നെ പിടിച്ചു കെട്ടുമെന്നൊക്കെ അങ്ങനെ പറയും, ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കുമെന്നൊക്കെ പറയും. അതൊക്കെ ചുമ്മാ പറയുന്ന. അവൻ അലറുന്ന സിംഹം എന്ന പോലെയാണ്. അവനൊന്നും നിങ്ങളുടെ മേൽ ചെയ്യാൻ കഴിയത്തില്ല. അത് നിങ്ങൾ ഉത്തമ ബോധ്യം വേണം. അലറുന്ന സിംഹം എന്ന പോലെ അവനൊന്നും നിങ്ങളുടെ മേൽ ചെയ്യാൻ കഴിയില്ല നിശ്ചയം. കാരണം എന്നാന്ന് ചോദിച്ചാൽ, കർത്താവാ നിങ്ങളുടെ കർത്താവ്, യേശുവാ നിങ്ങളുടെ കർത്താവ്. അതുകൊണ്ട് അവൻ നിങ്ങളുടെ ഉപനിധിയായതുകൊണ്ട് കർത്താവ് നിങ്ങളെ അന്ത്യത്തോളം പരിപാലിക്കും. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വേണം നിങ്ങളെ കാത്തുകൊള്ളും. ആ ക്രിസ്തുവിൽ നിങ്ങളൊന്ന് ഉറച്ചു കിട്ടിയാൽ മതി. ഫ്ലെക്സിബിൾ ആകരുത്. യാക്കോബിന്റെ ലേഖനത്തിൽ പറയും, ഇരുമനസ്സുള്ളവൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകും. അവർക്ക് എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് പ്രാപിക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ട. അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, അചഞ്ചലമായി വിശ്വസിക്കണം, ഉറപ്പോടെ വിശ്വസിക്കണം, തൻ്റെ ഇടത്തോടെ വിശ്വസിക്കണം, ധൈര്യത്തോടെ വിശ്വസിക്കണം, ബോൾഡായിട്ട് വിശ്വസിക്കണം. അത് മറ്റവരെ കാണുമ്പോൾ ഞാൻ ഇടയ്ക്ക് പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമെന്നേ ഉള്ളൂ, അങ്ങനെയുള്ള ആ ഒരു പ്രവൃത്തി കാണിക്കുന്നത്. രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ ക്രിസ്തുവിനോട് ചേർന്നു, ഞാൻ ദൈവവചനത്തിൽ നിലകൊള്ളുന്നു. ധൈര്യത്തോടെ പറയണം. ആരെ പേടിക്കുന്നു? എന്തിന് ലജ്ജിക്കുന്നു? സ്വതന്ത്രം. എന്നെ ലജ്ജ കൂടാതെ ഏറ്റു പറയുന്ന പിതാവിന്റെ സന്നിധിയിൽ കർത്താവും പറയും. കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ലജ്ജിക്കുന്നുവെങ്കിൽ അയ്യോ കഷ്ടം. പിന്നെ നിങ്ങൾക്ക് ഞാൻ വിശ്വാസിയാണ്, ഞാൻ ഭയങ്കര ഇതാണ് എന്നൊക്കെ കൂട്ടായ്മ വരുമ്പോൾ ഇരുന്ന് പൊങ്ങച്ചം പറയാന്നുള്ളതേ ഉള്ളൂ. ലോകത്തിന് മുൻപിൽ തൻ്റെ ഇടത്തോടെ പറയണം, ഞാൻ ആരെ വിശ്വസിക്കുന്നു? ഞാൻ കർത്താവായ യേശുവിനെ വിശ്വസിക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവം, ഞാൻ സ്നാനമേറ്റതാണ്, ഞാൻ ക്രിസ്തുവിനോട് ചേർന്നതാണ്, എൻ്റെ കർത്താവ് യേശുവാണ്. അത് പറയാനുള്ള ആർജവം ഉണ്ടാകും. അങ്ങനെയുള്ളൊരു ദൈവത്തിനെ പറ്റി തിരുവനന്തപുരം ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കർത്താവ് കാത്തു. ജീവിതയാത്രയിൽ വീഴ്ചകളോ പരാജയങ്ങളോ തകർച്ചകളോ ന്യൂനതകളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ദൈവം അറിയാത്ത കഷ്ടതകളിലൂടെ ഒന്നും കടത്തിവിടത്തുമില്ല. അവൻ പരീക്ഷകളിലൂടെ പോകുന്നുണ്ടെങ്കിൽ അവനൊരു പോക്കുവഴിയും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. അതിനേക്കാളെല്ലാം ഉപരി അങ്ങനെയുള്ള ദൈവമക്കൾക്ക്, ഉറപ്പുള്ള ദൈവമക്കൾക്ക് വേണ്ടി നിത്യത ഒരുക്കി വെച്ചിട്ടുണ്ട്. വരവിൻ പ്രത്യക്ഷതയിൽ ആ കാഹളധ്വനിയിൽ നീ എടുക്കപ്പെടും, യാതൊരു സംശയവുമില്ല. നിത്യതയാണ് നമ്മുടെ പ്രത്യാശ. അതിൽ നമുക്ക് ഉറപ്പും ധൈര്യവും ഉണ്ടായിരിക്കും. അത് ഈ ഉറപ്പ് പ്രാപിച്ചവർക്ക് അതിൽ പൂർണ്ണ ഉറപ്പും ഉണ്ടായിരിക്കും. കർത്താവ് നമ്മളെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടത്തില്ല. യേശു ക്രിസ്തുവിൽ നിങ്ങൾ ഉറച്ച് ആ വചനത്തിൽ വേരൂന്നി ജീവിക്കുന്ന ഒരു ദൈവവൈതൽ എന്നെ കേൾക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദുഷ്ടന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് ഞാൻ ഉറപ്പോടെ നിങ്ങളോട് പറയും. ഏത് രോഗമാകട്ടെ, ദുഃഖമാകട്ടെ, സാമ്പത്തിക തകർച്ചകളാകട്ടെ, ന്യൂനതകളാകട്ടെ, അതൊക്കെ പരിഹരിക്കപ്പെട്ടിരിക്കും. സംശയമില്ല. ദൈവവേദന വിശ്വസിക്കുക. കർത്താവ് അതൊക്കെ പരിഹരിക്കും. നിങ്ങളെ ഒരു അത്ഭുതമാക്കും, നിങ്ങളെ ഒരു അനുഗ്രഹമാവും. നിങ്ങളെപ്പറ്റി ദോഷം പറഞ്ഞവരുടെ നാവ് കൊണ്ട് തന്നെ നിങ്ങളെ അനുഗ്രഹമാണെന്ന് പറയിപ്പിക്കുന്ന ദൈവം. ദേശത്തിന് ശാപമാണെന്ന് പറഞ്ഞെടുത്ത് നിങ്ങൾ ദേശത്തിന്റെ അനുഗ്രഹമാണെന്ന് പറയിപ്പിക്കുന്ന ദൈവം. ദേശത്തൊന്ന് വിട്ടുപോകാൻ പ്രാർത്ഥിച്ചവർ നീ ദേശത്ത് നിലനിൽക്കാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാലം. അതെ, സ്തോത്രം. മാറ്റി നിർത്തിയെടുത്ത് പ്രഥമ സ്ഥാനം തന്നെ നിന്നെ മാനിക്കുന്ന കാലം. സ്തോത്രം. അതെ, ദൈവവേദിലെ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഭാരപ്പെടണ്ട. ഇന്ന് ധൈര്യമായിട്ട് വീട്ടിലൊറ്റപ്പെട്ടു. സ്തോത്രം. സ്വർഗം നിന്നെ വീട്ടിലെ പ്രധാന വ്യക്തിയാക്കി മാറ്റും. വെരി ഇമ്പോർട്ടൻറ്റ് VIP ആക്കി നിന്നെ മാറ്റും. സ്തോത്രം. യാതൊരു സംശയമില്ല. കൂട്ടുകാരിൽ പരമായ ആനന്ദ ധൈര്യം കൊണ്ട് നിറയ്ക്കുന്നൊരു ദൈവമാണ്. അവൻ മാനിക്കുമെന്ന് പറഞ്ഞാൽ മാനിക്കും. തിരുവചനം പറയാം, കർത്താവോ വിശ്വസ്തൻ കേട്ടോ. ഉറപ്പിച്ച്, ദൈവവചനത്തിൽ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ കാത്തുകൊള്ളും. ഇന്ന് നമുക്ക് ആ നല്ല ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാം. ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഈ ദിനം നിങ്ങളുടെ ജയോത്സവത്തിന്റെ ദിനമാകട്ടെ. നിങ്ങൾ ഇറങ്ങിപ്പോകുന്ന മേഖലകളെല്ലാം നിങ്ങൾക്ക് അത്ഭുതകരമായ ദൈവമഹത്വം കണ്ട് സന്തോഷിപ്പാനിടയാകട്ടെ. സാക്ഷ്യം ഇന്ന് രാത്രി ഈവനിങ് ആവുമ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന നിലയിൽ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. കർത്താവിന് മഹത്വം കയറ്റിക്കൊണ്ട് യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവെ ഞാൻ നിനക്ക് സമർപ്പിക്കും. അവിടുന്ന് എന്നോട് കൂടെ ഇരിക്കണമേ, അവിടുന്ന് എന്നെ അത്ഭുതകരമായി നടത്തണമേ, നിന്റെ ഹിതം എന്നിലൂടെ വെളിപ്പെടുത്തണമേ. ഞാൻ എന്നെ സമ്പൂർണ്ണമായി തരുന്നു. ആ ബലമുള്ള കരങ്ങൾക്ക് കീഴെ ഞാൻ താഴ്ന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവ് വിശ്വസ്തൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പുത്രൻ ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിന്റെ നാമത്തിൽ തിരുസലിലേക്ക് അടുത്തു വരിക. എൻ്റെ പ്രിയമുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണയുടെ കരങ്ങൾ അവർക്ക് മേൽ നീട്ടണമേ. അവർ നേരിടുന്ന ഫേസ് ചെയ്യുന്ന സകല അവസ്ഥകളിലും സ്വർഗത്തിലെ ദൈവം അറ്റസ്റ്റ് ചെയ്ത അത്ഭുതങ്ങൾ വെളിപ്പെടട്ടെ. അവരുടെ ജീവിതം ഒരു അനുഗ്രഹമാകട്ടെ. മറ്റുള്ളവർക്ക് സാക്ഷ്യമാകുന്ന നിലയിൽ, കർത്താവിനെ നോക്കുന്നവർ യേശുവെ കാണുന്ന നിലയിൽ അവരുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തികൾ ഉണ്ടാകട്ടെ. കർത്താവെ, കടന്നു പോകുന്ന ശോധനകളിൽ തികവുള്ളവരായി തെളിഞ്ഞ് പുറത്തു വരുവാനിടയായി തീരട്ടെ. ശത്രു ലജ്ജിച്ച് പിന്മാറിപ്പോകുന്ന നിലയിൽ ദൈവമഹത്വം അവരിൽ വെളിപ്പെടട്ടെ. കൃപയുടെ കരങ്ങളിലേക്ക് തിരിക. ഇന്ന് പകൽ കർത്താവെ, ഈ പ്രഭാതം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ അനുഗ്രഹിക്കുന്നു. തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ ഒറ്റപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കുടുംബം തകർച്ചയിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. അങ്ങ് അവിടുന്ന് ഇടപെടണമേ, പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷകൾക്കായി കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബുദ്ധിയും ജ്ഞാനവും പ്രകാശിപ്പിക്കണമേ. ഉന്നത വിജയങ്ങൾ അവർക്ക് കൊടുത്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ളങ്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർക്കായി ഉപജീവന മാർഗ്ഗങ്ങൾ തുറന്നു കൊടുക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുകയാണ്.
കർത്താവേ സ്തോത്രം, വലിയ രോഗഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക്, ചികിത്സിക്കാൻ വകയില്ലാത്തവർക്ക് കർത്താവേ അങ്ങയുടെ അടിപ്പിണരുകളാലുള്ള സൗഖ്യമയച്ച് അവർ വിശ്വാസത്തെ ദൈവം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമസ്ത വിഷയങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവ് ഞങ്ങളുടെ ചാനൽ കൊണ്ടിൻ്റെ കൂട്ടായ്മയെ അനുഗ്രഹിക്കുന്നു, കുടുംബ പ്രാർത്ഥനകൾ അനുഗ്രഹിക്കുന്നു, പരസ്യ മീറ്റിങ്ങുകൾ അനുഗ്രഹിക്കുന്നു, ഉപവാസ പ്രാർത്ഥനകളെ അനുഗ്രഹിക്കുന്നു, കൺവെൻഷനുകളെ അനുഗ്രഹിക്കുന്നു, ഞങ്ങളുടെ സ്ട്രീറ്റിലെ പ്രോഗ്രാമുകളെ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്ന സകല പ്രവൃത്തികളിലും ദൈവത്തിന് കരസ്പർശമുണ്ടായിരുന്നു. യേശുവിൻ്റെ നാമം ഉയർത്തപ്പെടണം. കർത്താവ് ഞങ്ങൾക്ക് മുൻപടയായി പിൻപടയായി ഉള്ളംകരങ്ങളിലേക്ക് തിരികുകയാണ്. ചാനൽ വൺ കുടുംബത്തിലെ സകല കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ആബാലവൃദ്ധം എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അനേക ശുശ്രൂഷകർ എഴുന്നേറ്റ്, അനേക അഭിഷക്തർ എഴുന്നേറ്റ്, അനേകർ എഴുന്നേറ്റ് യേശുവിനെ ഉയർത്തട്ടെ. ഒരുമിച്ച് ഞങ്ങൾക്ക് പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത ഞങ്ങളുടെ സഭയെ പണിയാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കും. ഇന്ന് പകൽ ആദ്യമായി കാണുന്നവരെ അനുഗ്രഹിക്കുന്നു. ഈ മീറ്റിങ്ങുകളിൽ തുടർമാനമായി പങ്കെടുക്കുന്നവരെ പ്രാർത്ഥിക്കുന്നു. കമന്റ് ബോക്സിൽ ഒരു ആമേനെങ്കിലും എഴുതിയിട്ടുള്ള സകല വ്യക്തികൾക്കുമായി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. കൃപയുടെ കരങ്ങളിൽ അവരെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമം ഉയർത്തപ്പെടട്ടെ, മഹത്വം എടുക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, ആമേൻ, ആമേൻ. ഈ ദിനം ഏറ്റവും ആശ്ചര്യജനകമാക്കി തീർക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇൻ ജീസസ് നെയിം, ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രയർ റിക്വസ്റ്റ് നമ്പറിൽ ടെക്സ്റ്റ് ചെയ്യണം. സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സ്വോത്ര പ്രാർത്ഥനയ്ക്കായി പേരുകളൊന്ന് ടെക്സ്റ്റ് ചെയ്യണം. നിങ്ങളെ ഓർത്ത് സ്വോത്രം ചെയ്യാം. സുഹൃത്തിലെ ദൈവം നിങ്ങളെ മാനിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ലവ് യു എവരിവൺ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു.